എന്റെ പേന കാണുന്നില്ല. എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. ആരെങ്കിലും കണ്ടോ അത്? നീ എവിടെ മോളെ വെച്ചേ? അതറിയാമെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കോ? എന്താ അന്വേഷിക്കുന്നേ? എന്റെ പേന കാണുന്നില്ല. മാറി നിക്കടാ. ഇതിലുണ്ടോ നോക്കിയേ? ഇല്ല അച്ഛാ. പേന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മോളെ. ആദ്യം നീ ഇതൊന്ന് കഴിച്ചേ. വേണ്ട. ഇപ്പൊ തൽക്കാലം എന്റെ പേന കൊണ്ടു. ഒന്ന് വെറുതെ ഇരിക്കച്ചാ. എനിക്ക് വേണ്ട അമ്മേ. പോക്കറ്റിലുണ്ടോ? നിന്റെ പേന എങ്ങനെ എന്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടോ? അതെ. എന്റെ എക്സാം ഒന്ന് എഴുതിയിട്ട് വരാമോ? പേന കൊണ്ട് കളഞ്ഞു. പരീക്ഷയ്ക്ക് സമയമായെന്നേ. ഇവിടെ തന്നെ ഞാൻ വെച്ചിരുന്ന. ഇപ്പൊ എക്സാമിനേഷൻ കറക്റ്റ് 9 മണിക്ക് തുടങ്ങും മോളെ. വേഗം ഇറങ്ങാൻ നോക്ക് നീ. അറിയാം മുത്തശ്ശ. കിട്ടിപ്പോയി. എന്റെ വാച്ച് 1 മാസം മുമ്പ് കാണാതെ പോയത് അതേ ഇപ്പൊ കിട്ടി. അനങ്ങരുത്, അവിടെ നിൽക്കണം. അനങ്ങരുത്. നിന്റെ പേന ഇതല്ലേ? നന്നായിട്ട് വായിച്ചു നോക്കിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. എല്ലാ ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് നന്നായിട്ട് ആലോചിക്കണം. ആലോചിച്ചിട്ട് ഉത്തരം എഴുതണമെന്ന്. ഭയങ്കര ലക്കി വാച്ചത്. ഭാഗ്യം ബാറ്ററി തീർന്നിട്ടില്ല. വാണിയുടെ ഹോൾ ടിക്കറ്റോ? അയ്യോ, ഇതില്ലാതെ അവളെങ്ങനെ പരീക്ഷ എഴുതാ? ഇതില്ലാതെ എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ കൊണ്ട് കൊടുക്കാം. എങ്ങനെ? വീട്ടിലെങ്ങനെയോ മറന്നു വെച്ചതാ. എന്താ ജോണിന്റെ കയ്യിൽ കൊടുത്തോ? സൈക്കിളിലോ? അവൻ വരുമ്പോഴേക്കും ഇവിടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും. ജോൺ അവിടെ നിൽക്ക്. ജോൺ ജോൺ. ഗുഡ് ലക്ക്. താങ്ക്സ് ജോൺ. പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ച് കളിക്കുന്നേ? അച്ഛനും അമ്മയില്ലാത്ത സമയം മുത്തശ്ശനും ഇല്ല. ഫസ്റ്റ് നോട്ട് ബെഡ്റൂമില്, സെക്കൻഡ് നോട്ട് സ്റ്റെയർ കേസില്, തേർഡ് വൺ ആൽമരത്തിന്റെ എവിടെയാന്ന് പറയുന്നു. എവിടെയുള്ള? ഓ, ഇതേ ദിവസം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് വാണി എന്ന് പേര് വെച്ചു. ഹാപ്പി ബർത്ത്ഡേ വാണി. സ്നേഹത്തോടെ ജോൺ. താങ്ക് ഗോഡ്. തനിക്ക് പോലീസ് ഓഫീസർ ഇഷ്ടപ്പെട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് പട്ടീനെ ശരിക്കും ഇഷ്ടമായി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം നിങ്ങളുടെ ഈ അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇതുവരെ അറിയാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് മാരേജ് ചെയ്യുന്നത്? ഇവിടെയുള്ള 90% കല്യാണങ്ങളും അങ്ങനെ തന്നെ നടക്കുന്നത്. എന്തിനാ അധികം പറയുന്നത്? എന്റെ അമ്മ എന്റെ അച്ഛനെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്നറിയോ? എപ്പോ? കല്യാണം കഴിക്കുന്നതിന് അന്ന്. Really? That's amazing. ഇത്രയും നാളും അവർ ഒരുമിച്ച് നിൽക്കുന്നത് എനിക്ക് അതിശയം തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ, നീ നിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എവിടാ? എന്റെ അമ്മ സിൻസിനാറ്റിയിലാണുള്ളത്. അപ്പൊ അച്ഛനോ? അറിയില്ല. അറിയില്ലെന്നോ? വെൽ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയതാണ്. ഓ, ഐ ആം സോറി. ഇറ്റ്സ് ഓക്കേ. തനിക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്നുമില്ലേ? ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. എന്നാലും അവരെ മീറ്റ് ചെയ്യുന്നതെല്ലാം കുറവാ. ഓ, ഐ സീ. പക്ഷെ നിന്റെ ഫാമിലി ഇത്രയും സന്തോഷമായി ഒരുമിച്ചുള്ളത് കാണുമ്പോൾ, ഇത്രയും ഹാപ്പിയസ്റ്റ് ഫാമിലിയിൽ എനിക്കും ഒരു അംഗമാകണമെന്ന്
വളരെ ആഗ്രഹമുണ്ട്. ഷുവർ ജോൺ. അതെ നോക്കേ, നിങ്ങൾ ഇന്ന് പേപ്പറിൽ വന്ന ഈ വാർത്ത കണ്ടായിരുന്നോ? ഞാൻ വായിക്കാൻ കേട്ടോ. അഹമ്മദാബാദില് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, ശമ്പളം 1,00,000 രൂപയുണ്ടെന്ന്. ഉയരം 5.5 അടി. അത് സാരമില്ല, നമുക്കൊന്ന് നോക്കിയാലോ. എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്റെ മോളോട് ചോദിക്കും, അവളല്ലേ മറുപടി പറയണ്ടേ? വാണി, നീ എന്തു പറയുന്നു? 1,00,000 രൂപ ശമ്പളം ഉണ്ടെന്ന്. ചൊറിഞ്ഞു കേറുന്നുണ്ട്. എന്താ ബ്ലേഡ് മാറ്റിയില്ലേ? വാണി, നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യമുള്ള? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതിരുന്ന എങ്ങനെയാ? നിർമ്മലേ, ആ കുമാറിന്റെ കാര്യം ഞാൻ എത്ര തവണ തലയിലടിച്ചു സൂക്ഷിച്ച് പറഞ്ഞ അവളോട്. അവൻ എന്താ കുറവുള്ളേ? നല്ല വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന ഉദ്യോഗം, നല്ല കുടുംബം. അവന്റെ പട്ടി പോലും നന്നായി കുറയ്ക്കുന്നുണ്ട്. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ മാവ? ആ പട്ടിക്ക് എത്ര സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നറിയോ? കുറയ്ക്കുന്നതിലാണോ? അയ്യോ എന്റെ അച്ഛ. വാണി, കുമാറിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറ. നമ്മുടെ ഓഡിറ്റർ ഭാസ്കരൻ പറഞ്ഞില്ലേ ഗണേശിന്റെ ആലോചന ബാംഗ്ലൂരിൽ MBA കഴിഞ്ഞാണെന്ന്. ആ ചക്രം നോക്കിയാലോ. ഇനി നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമ്മുടെ സിംഗപ്പൂരിലെ സുന്ദരന്റെ അനിയനായാലോ. നല്ല ആലോചനയാ. സിംഗപ്പൂരിൽ വലിയ ഹോട്ടലുണ്ട് അവർക്ക്. എന്റെ നിർമ്മലേ, അഹമ്മദാബാദ്, ബാംഗ്ലൂര്, സിംഗപ്പൂര് അങ്ങനെ പരിചയമില്ലാത്തതൊന്നും ചക്കനെ നോക്കുന്നില്ലേ? നമ്മുടെ നാട്ടിലുള്ള ഈ കുമാറിനെ കുറിച്ച് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു? അത് കേട്ട ഭാവം പോലുമില്ല. അവൻ നമ്മുടെ വാണിയായിട്ട് എന്തൊരു ചേർച്ചയാണെന്നറിയോ? ചേർച്ച മാത്രം ഉണ്ടാവും, തമ്മിൽ ഇഷ്ടം ഉണ്ടാവൂല. എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടാണോ എന്റെ അച്ഛ? കല്യാണം കഴിഞ്ഞ് അങ്ങനെ അങ്ങ് ആയിക്കോളുന്നേ. അനുഭവം ഗുരു. വാണി, നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടോ ഈ പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നതിൽ നല്ലത് നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടപ്പെടാന്ന് നീ പറയേ. അപ്പൊ ഞങ്ങക്ക് എളുപ്പമുണ്ടല്ലോ. വാണി, നിനക്ക് ഇഷ്ടപ്പെട്ടാ മതി. ഞങ്ങൾക്ക് എന്തായാലും സമ്മതമാ. നിന്റെ സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഒന്ന് പറ മോളെ. അമ്മ, എനിക്കൊരാളെ ഇഷ്ടമെന്ന് പറഞ്ഞ കല്യാണം കഴിക്കണമെന്നുണ്ട്. പ്രേമാണോടി? ആരാ? ജോൺ. ആരാണ്? ജോൺ മെക്കൻസി. ജോൺ മെക്കൻസി. ജോൺ മെക്കൻസി ആരാവൻ? കണ്ണി കണ്ട അമേരിക്കക്കാരെയാണോ പ്രേമിക്കുന്നത്? അവന്റെ കൾച്ചർ എന്താ, നമ്മുടെ കൾച്ചർ എന്താ? അതിനിപ്പോ എന്താ? അവന് നമ്മുടെ കൾച്ചർ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അമ്പലത്തിലേക്കുള്ള വഴി പോലും അറിയില്ല. അവൻ അതിനു വേണ്ടി തന്നെ അമേരിക്കന്ന് വന്നിരിക്കുന്നത്. അവളുടെ ഒരു വർത്താനം. എന്നാലും നമ്മുടെ മോക്ക് ഇത് എന്ത് തോന്നിട്ട് അവനോടൊക്കെ ഇങ്ങനെ? മനസ്സിലായടി? ഇതെല്ലാം അവന്റെ പരിപാടിയാ. ഒന്നും അറിയാത്ത എന്റെ പാപ മോളെ പറ്റിക്കായിരുന്നു. അവൻ ഇവിടെ വന്നത് റിസർച്ചിനൊന്നുമല്ല, എന്റെ പെങ്കൊച്ചിനെ ചീത്തയാക്കാൻ വേണ്ടിയാ. നമ്മുടെ മോളെന്താ ചെറിയ കുട്ടിയോ മറ്റോ ആണോ? നല്ലത് ഏതാണെന്നൊക്കെ അവൾക്ക് നന്നായി അറിയാം. ഒരു അക്ഷരം വേണ്ടി പോകരുത്. എന്റെ മോളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാത്തിനും ആ വൃത്തികെട്ടവനാ കാരണം. ആ റാസ്കലാണ് ഇതിനെല്ലാത്തിനും കാരണം. നോക്കിയേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ മോളും ഒരു അമേരിക്കക്കാരനോട്ടുള്ള കല്യാണം ഈ ജന്മത്തെ സമ്മതിക്കാൻ പോകുന്നില്ല. മിസ്റ്റർ ജോൺ മെക്കൻസി. ഹലോ സർ, മാം. എന്നാലും നിനക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നിയടാ? എന്തായാലും ഒട്ടും ശരിയായില്ല. ഓ, ഇവിടെ കിടക്കാൻ പാടില്ല. മോനെ, അഭ്യാസം എടുക്കല്ലേ. സത്യം പറ, സംഭവിച്ച എന്താന്ന് വെച്ചാ പറ. ആദ്യം അവനൊന്ന് എഴുന്നേക്കട്ടെ. ദേ നോക്ക് ജോൺ, മനസ്സിലുള്ളത് പറയ്. നിനക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്താ ഞങ്ങളെ രണ്ടുപേരും കളിയാക്കുക? നോക്ക്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞ നിനക്കൊള്ളാം. നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തില്ല. ഒന്നും അറിയാത്തവനെ പോലെ വെറുതെ കിടന്ന് പൊട്ട കളിക്കല്ലേ. ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ജോൺ അറിയില്ല. ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ അപ്പൊ എല്ലാം നീ പറഞ്ഞുണ്ടാക്കിയതാണോ? അതെ, എല്ലാം എന്റെ തെറ്റാ. വെയിറ്റ് എ മിനിറ്റ്, നിന്റെ തെറ്റോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ച്. എന്താ പറഞ്ഞത്? ദാറ്റ് ഐ ലവ് യു. എന്നെ? പക്ഷേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. Oh no no no, but I do. I love you. സത്യമാണോ? സത്യമാണ്. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? Yeah. I love you, Vani.